ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫാമാണ് ഈ ഷീപ്പിനെയും കവുവിൻ്റെയും വെച്ചിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് വുഡൊക്കെ ഒന്ന് മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പ്ലാങ്ക് ആക്കണം. ഇതെന്തോ ഒരു ബഗ്, എന്തൊരു ടൈപ്പ് ബഗ്ഗാണ് ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടെ ഇത് എന്നാണ്. ഇതൊന്ന് ശരിയാക്കട്ടെ ആദ്യം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ബഗ് അങ്ങ് ശരിയായിട്ടുണ്ട്. എന്നാന്ന് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നേരത്തെ ഇത് തുടങ്ങിയപ്പോഴും ഇങ്ങനെയായിരുന്നു. മൈൻക്രാഫ്റ്റ് തുടങ്ങിയില്ല കളിക്കാൻ അപ്പോഴും. ഇപ്പം കുറച്ച് സ്റ്റിക്കങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഫെൻസ്. ഇരുപത്തൊന്ന്, 24, പിന്നെ ഒരു ഫെൻസിൻ്റെ ഡോറും. അല്ല, അയ്യോ, ഫെൻസിൻ്റെ ഡോറ് വേണ്ടായിരുന്നു. ഇപ്പം ഫെൻസ് എടുത്തിട്ട് വീടിൻ്റെ ഇവിടെ ആയിട്ട് വെക്കാൻ തുടങ്ങാം. 4, 5, 6. അത് ചെറുതായിപ്പോയി. ഇവിടുന്ന് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മുമ്പ് വരണം. അതിന് മുമ്പ് ഇതിട്ടൊക്കെ വെച്ച് രാത്രിയായിരിക്കുകയാണ്. ഫെൻസ് ചെയ്ത് നിയർ മോൺസ്റ്റേഴ്സ്. അപ്പം എല്ലാത്തിനെയും പോയി വെട്ടിക്കൊല്ലണം. സോംബിയ മാത്രം അല്ല, എല്ലാത്തിനെയും നോക്കണം. കണ്ടം വഴി ഓടട്ടെ. ഞാൻ കണ്ടം വഴി ഓടി എല്ലാത്തിനും അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്യാം. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഇവിടെ ക്രീപ്പർ പൊട്ടരുത്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ എല്ലാം പൊട്ടി. പിന്നെ ഞാൻ ചത്തു. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചത്ത്. ഇനിയിപ്പം ഗൈസ് ഇത് എങ്ങനെയും ഒന്ന് മാറ്റിയിട്ട് ഈ രാത്രി എങ്ങനെയും ഒന്ന് കഴിയട്ടെ, അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കഷ്ടപ്പെട്ട് നമ്മളങ്ങനെ കിടന്നിരിക്കുകയാണ്. ആൾക്കാരെല്ലാം ഉണ്ടോടെ? നമ്മുടെ വുഡും ഇവിടെ. എൻ്റെ ഒരു ലീഷ് എടുത്തോണ്ടോടെ അവൻ. അയ്യോ, കത്തി. അറിയാതെ ഒരു ചെറിയ അബദ്ധം പറ്റിയാണ് ഗൈസ്. വേറെ ആരെങ്കിലും മിച്ചമുണ്ടോ? പ്ലാങ്കൊക്കെ അവിടെ കിടക്കുന്നു. ക്രീപ്പർ ബൈ. ക്രീപ്പർ നല്ല ശല്യം കേട്ടോ. ക്രീപ്പർ അമ്മച്ചി, അവിടെ നിന്ന് പൊട്ടല്ലടാ. ചതിക്കല് കേട്ടോ, ചതിക്കല്. ഞാൻ നിന്നെ ഓക്കെ, ഫാൻഡ്രം റീഡറിന് ഡാമേജ് അടിച്ചില്ല. ഓക്കെ അല്ലേ? അങ്ങറ്റത്ത് ഇതുകൊണ്ട് 11 കണക്കിൽ നിന്ന് വന്നിട്ട് 11 എൻ്റെ സോഡ് എടുത്ത്. പിന്നെ ചത്ത്.
ഫ്രീസ് ഫോണായിട്ട് അവനെ ഒന്ന് കാണണം. നീ എൻ്റെ സോഡ് എടുത്തു. ഇല്ല, അവൻ എൻ്റെ സോഡ് കിട്ടി 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 കിട്ടി. ഓക്കെ, കഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ല രീതി. ഇനിയിപ്പോൾ എൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യട്ടെ. പിന്നെ നല്ല കഷ്ടപ്പാടായിരുന്നു. കൃത്യം തികഞ്ഞ്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ 2 എക്സ്ട്രാ വൂൾ ഇരിപ്പുണ്ടായിരുന്നു. വുഡ് വീശ് 12 മീറ്റർ ചത്തോ? അനാവശ്യമായിട്ട് കുറേ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ കുറേ ഐറ്റംസ്. എവിടെ ഇനിയിപ്പോൾ ഇത് മൂന്ന് കോഴി. ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് പണിയൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചാ, പക്ഷേ ഇന്നൊരു വലിയ പണിയായിരുന്നു. ഒന്നെടുക്കാൻ ഈ വൂള് വെച്ച് മാക്സ് കിട്ടിയോ? ഓക്കെ, മാക്സ് കിട്ടി. യാതൊരു ഡാമേജ് ഇല്ലാത്ത ബോ. ഇനിയിപ്പം 2-3 പിടിച്ച് കൊണ്ടുവരണം. അതിന് മുമ്പ് ഒരു ഇതുണ്ടാക്കട്ടെ, കുറച്ച് കാർപ്പറ്റ് കിട്ടി. ഒരെണ്ണെന്തോ ഇവിടെ, വേറെ ഒരെണ്ണെന്തോ ഇവിടെ, അതെടുത്തതോ ഇവിടെ. എന്നിട്ട് നടുക്കത്തെ ഫെൻസ് ഇങ്ങോട്ട് പൊട്ടിച്ചളയാം. ഇനിയിപ്പം ഇതിനൊക്കെ ആടിനും പശുവിനൊക്കെ പിടിച്ചോണ്ട് വരട്ടെ. ലീഷ് നീവ ഇപ്പം അവിടെ ഉള്ളതിനെ കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ആവശ്യമുള്ളൂ തൽക്കാലത്തേക്ക്. വന്നോ? ഓക്കെ, ഒന്ന് എൻഡർമാൻ ലീഷ്. അപ്പം നിങ്ങൾ രണ്ടുവരുമ്പോൾ വേറൊന്നുമല്ല കഴിച്ചു. ഇവരെ ഞാൻ കൊണ്ടു നടക്കണത് സർവൈവൽ ആയതുകൊണ്ട് എന്താ ചിലപ്പം നെതറിറ്റ് മൈനിങ്ങിനൊക്കെ പോകാൻ നേരത്ത് ബെഡ് മൈൻ ആണെങ്കിൽ ഇത് ഇച്ചിരി ഉപകാരപ്പെടും. കേറല് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറുക അമ്മച്ചി. ഓക്കെ, അപ്പം ഇവിടെ ഈ ഫിൻസ് വെക്കുക, 2 അൺലീഷ് ചെയ്ത് വിടുക. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇതേവഴി ചാടിക്കിടക്കാം. അതുങ്ങൾ അതിൻ്റെ അകത്ത് കിടന്നോളൂ. ഇനിയിപ്പോൾ പശുവിനെ പിന്നെ ചെയ്യാം. തൽക്കാലം അവിടെ നിന്ന് സെറ്റ് വന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഡൊർട്ടൊക്കെ വെച്ചാൽ അടയ്ക്കണം. ഇതിനുമ്പോ ടോർച്ചൊക്കെ നല്ലല്ലേ. ടോർച്ച് ഉണ്ടാക്കാൻ കുറച്ച് കോൾ. ഓക്കെ, അതായത് നമുക്ക് ചിലപ്പോൾ കോളിൻ്റെ ആവശ്യമൊക്കെ വരും. നമ്മളെ വാണ്ടറിങ് ട്രേഡർ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം,
ഇവിടെയൊക്കെ വെക്കാൻ കാരണം വേറൊന്നുമില്ല, വല്ല മോപ്സും സ്പോൺ ആയാലേ ഇതിൻ്റെ അകത്ത് അപ്പം അതാവുമ്പോൾ ഇരട്ടി പണിയാകും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് വെച്ച് ക്ലിയർ ചെയ്യണം. ഡയറക്റ്റ് എടുക്കട്ടെ. ഒരു സ്റ്റാക്ക് ഡയറക്റ്റ് എടുത്തിട്ടുണ്ട്. ഈ രാത്രി ആകുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ സ്കെലട്ടനെയും പിന്നെ ക്രീപ്പറിനെയും. സോംബി സൈഡ് പിന്നെയും കുഴപ്പമില്ല. സ്കെലട്ടനാണെങ്കിൽ ദൂരെന്ന് സ്നൈപ്പ് പിടിക്കും. മറ്റേ ക്രീപ്പറാണെങ്കിൽ പുറകിൽ നിന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇനി നമുക്കൊന്ന് മൈനിങ്ങിന് പോകും. ജസ്റ്റ് അതിന് മുമ്പായിട്ട് കുറച്ച് കോബിൾ സ്റ്റോൺ കയ്യിരിക്കട്ടെ. കോബിൾ സ്റ്റോൺ ഇല്ലേ, എനിക്ക് കോബിൾ സ്റ്റോൺ മൈൻഡ് ചെയ്യാം. വുഡുണ്ട്, ഉണ്ട്. കുറച്ച് കോളും കൂടെ, സ്റ്റിക്ക്, ഫുഡ് തന്നെ ഒന്നുമില്ല, വേണം ഫുഡ് ഇരിക്കട്ടെ. എന്നൊരു ബെഡും കൂടെ കൊണ്ടെടുക്കാം. ഓക്കെ, ഇപ്പം മരം വെട്ടിയിട്ട് നേരെ കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നേരെ മൈനിങ് ഇറങ്ങാൻ പറ്റും. കോബിൾ സ്റ്റോൺ വേറെ ഒന്നിനുമില്ല, ഇത് പിക്കാക്സ് പൊട്ടാൻ നേരത്തെ അടുത്ത പിക്കാക്സ് ഉണ്ടാക്കാൻ. വീടിന് പകരം നമ്മൾ കയറുന്ന കേവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. ഇവിടെ ക്രീപ്പർ നോട്ട്. അവിടെ എങ്ങാണ്ട് ഒരു കേവ് കണ്ടിട്ടുണ്ടായിരുന്നു, അതോ ഇതാണ്. ഇത് ഒരു നല്ല കുഴിയാ. ഇതിന് ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഇവിടെ എങ്ങാണ്ടായിട്ടാണെന്ന് തോന്നുന്നു. അതെ അതെ, ഇവിടെ ഒരു കേവുണ്ട്, അവിടെ ഉണ്ട്. ഏതൊക്കെ ആയാലും നമുക്ക് ആ സവാന ബയോമിലേക്ക് ഒന്ന് പോയി നോക്കണം. ഇവിടെ നിന്ന് അങ്ങ് തുറന്നു. പിക്കാക്സ്, രണ്ട് ബ്ലോക്ക് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് ഫെൻസിൻ്റെ ഡോർ ഇവിടെ വെക്കാം. ഇത് വെളിയിലായിപ്പോയി. ഒരു ബ്ലോക്ക് ഇവിടെ, ഇവിടെ, അങ്ങനെ ഇവിടെ, എന്നിട്ട് ഒരു ടോർച്ച് ഇവിടെ. കഴിഞ്ഞില്ലേ? പണ്ടേക്ക് ഞാൻ പറ്റാത്ത. ഓക്കെ, അങ്ങനെ ഈ ദിവസം കൂടെ കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബെഡ് പൊട്ടിച്ച് മാറ്റുക. അല്ല വേണ്ട, ബെഡ് ആയിരിക്കണ്ട, വീടിൻ്റെ മേലല്ലേ.
അതുകൊണ്ട് രക്ഷയില്ലെന്ന് വിചാരിക്കുന്നു. ഒരു റീസ്പോൺ പോയിന്റ് എടുത്ത് തെറ്റിയിട്ടേക്കാം. ഇനിയിപ്പോൾ സ്റ്റെപ്പ് മൈൻ തുടങ്ങാം. ഞാൻ ഈ ഫെൻസ് ഗേറ്റ് ഇവിടെ വെക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ രാത്രി ആവുന്നിടത്ത് ചിലപ്പോൾ മോബ്സ് എല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് കയറിയേക്കും. അപ്പം നമ്മൾ വിട്ടു. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ കൊള്ളാം. സബാഷ്. രണ്ടെണ്ണം ഉള്ളൂ. ടോർച്ച് കയ്യിലുണ്ട്. പക്ഷേ കാണുന്നു. ഒരൊറ്റ അയണും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു അയൺ പിക്കാസ് ഉണ്ടാക്കായിരുന്നു. ഇപ്പം ഇത്രയും വന്നു. ഇപ്പോഴും ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ ഡയമണ്ട് പിന്നെ ഡെർട്ട് അത് ശവലുണ്ടോ കയ്യിൽ? ഉണ്ടല്ലോ. അപ്പോൾ ശവലൊന്നും ഇല്ല. പിക്കാക്സ് കിട്ടി. അടുത്ത ക്രാഫ്റ്റിംഗ് ടേബിൾ, സ്റ്റിക്ക് എല്ലാം പോരട്ടെ. ഒരു 2 പിക്കാക്സ് ഇരിക്കട്ടെ. ഇത്തവണ പോകും.
അതിൻ്റെ പിന്നെ ആഴാണ്. ഓഹ് അത്യാവശ്യത്തിന് കിട്ടുമോ. കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി ഉപകാരമായേനെ. കോപ്പർ കിട്ടി. അമ്മച്ചി അതും തലയിലൊക്കെയാണ്. ഇറങ്ങാൻ പറ്റിയത് ഭാഗ്യം. ഇല്ലായിരുന്നെങ്കിൽ ആണെല്ലാം കൂടെ എവിടൊക്കെ ചിലപ്പോൾ ഡീസ്പോണായി. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കിട്ടിയില്ലെങ്കിൽ ഓക്കെ. ഇപ്പം ഇവിടെ അങ്ങ് മൂടാം. ആ മണ്ടയിലുണ്ടോ? ഓ ലാപ്പീസ്. ഓക്കെ. എന്നാ വഴി അതായത് ഓക്കെ. ഇനിയിപ്പോൾ താഴേക്കാം. ഇത് കേവല്ലേ? ഒരു കാര്യം ചെയ്യാം. ബ്ലോക്ക് വെച്ച് ഒരു ചെറിയ ബ്രിഡ്ജ് വരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകട്ടെ. അമ്മച്ചി ശരിക്കും ഞെട്ടിപ്പോയി. ഓക്കെ. ഞെട്ടിപ്പോയി. എവിടെ പിന്നെയും കേവോ? 2 ബ്ലോക്ക് അപ്പുറത്തേക്ക് പോവാം. മെയിൻ ചെയ്യാം. എല്ലായിടത്തും കേവാണല്ലോ. ഇവിടെ വെള്ളം. ഇപ്പം അപ്പുറത്തേക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മൈൻഡ് ചെയ്തോ. നിലം വഴി നേരെ.
ഇപ്പം എത്ര മിനിറ്റ്? 2 മിനിറ്റ്. അല്ലെങ്കിൽ തിരിച്ച് മുകളിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൈനിങ്ങിൽ നമുക്ക് 12 അയം കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് കോളും. ഓക്കെ, സന്ധ്യയായി, ഇപ്പം രാത്രിയായി. ഡോർ അടയ്ക്കുക, കയറുക, കിടക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നടത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.